വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് 10th ഫിസിക്സിൻ്റെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയ പാർട്ട് ക്വസ്റ്റ്യൻ ആൻസറാണ് നോക്കുന്നത്. CBSEയുടെ സ്റ്റേറ്റിലൊക്കെ ഉണ്ട്, എങ്കിലും CBSEക്ക് മെയിനായിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്കൊന്ന് പോയാലോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫാക്ടറാണെന്ന് നോക്കാം, എന്താണ് കാരണമെന്ന് നോക്കാം. ആദ്യത്തേത് നമുക്ക് നോക്കാൻ പറ്റും ലെങ്ത്. കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസും അതുപോലെ കൂടിക്കൊണ്ടിരിക്കും. ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ്, ദ റെസിസ്റ്റൻസ് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്. ഓക്കെ, അടുത്ത ഫാക്ടർ എന്താണ്? ഏരിയ ക്രോസ് സെക്ഷൻ. ഓരോ കണ്ടക്ടറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ കൂടുക, അതായത് കനം കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ദ ഏരിയ ക്രോസ് സെക്ഷൻ ഈസ് ഇൻക്രീസ്ഡ്, ദ റെസിസ്റ്റൻസ് ഈസ് ഡിക്രീസ്ഡ്. ഓക്കെ, അടുത്തത് നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണെന്നുള്ളതാണ്. പല മെറ്റീരിയൽസിനും പല റെസിസ്റ്റൻസ് ആണ്. അലുമിനിയത്തിനുള്ളതല്ല സിൽവറിനുള്ളത്, സിൽവറിനുള്ളതല്ല കോപ്പറിനുള്ളത്, കോപ്പറിനുള്ളതല്ല അയണിനുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് റെസിസ്റ്റൻസ്. അടുത്തത് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഒരു കണ്ടക്ടറിന് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസും കൂടിക്കൊണ്ടിരിക്കും. ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസസ്, ദ റെസിസ്റ്റൻസ് ഈസ് ഓൾസോ ഇൻക്രീസസ്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഒരു നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനായ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. ഒരു കണ്ടക്ടർ എന്തൊക്കെ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്തൊക്കെ ഫാക്ടറുകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലായല്ലോ. ലെങ്ത്, ഏരിയ ക്രോസ് സെക്ഷൻ, നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ടെമ്പറേച്ചർ. ഓക്കെ, താങ്ക് യു.